സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ നെൽകർഷകന്റെ കുടുംബത്തിന് ജപ്തി നോട്ടീസ്. തകഴി കുന്നുമ്മ സ്വദേശി KG പ്രസാദിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനാണ് നോട്ടീസ് ലഭിച്ചത്. പ്രസാദ് മരിച്ച് 3 ദിവസത്തിന് ശേഷം കോർപ്പറേഷൻ പുറത്തിറക്കിയ ജപ്തി നോട്ടീസ് 2 ദിവസം മുമ്പാണ് കുടുംബത്തിന് ലഭിച്ചത്. ഇവരുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, മരിച്ചിട്ടും നീതി അകലെയാണ്, അധികൃതർ കൈയൊഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? പക്ഷെ കേൾക്കാമെങ്കിൽ മരിച്ചിട്ടും പ്രസാദിനും കുടുംബത്തിനും നീതി ഇപ്പോഴും അകലെയാണ്, അധികൃതർ പൂർണ്ണമായും കയ്യഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണോ ഉള്ളത്? തീർച്ചയായും ഈ കുട്ടനാട്ടിലെ കർഷകൻ KG പ്രസാദ് മരിച്ച് കൃത്യം 2 മാസം തികയുമ്പോഴാണ് അദ്ദേഹത്തിന് ആകെയുള്ള ഒരു 5 സെന്റ് ഭൂമിയും അതിലൊരു ചെറിയ വീടും നഷ്ടപ്പെടുമെന്ന രീതിയിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. പ്രസാദ് മരിച്ച് 3 ദിവസം കഴിഞ്ഞ് കോർപ്പറേഷൻ പുറത്തിറക്കിയ നോട്ടീസാണ് അദ്ദേഹത്തിന്റെ മരണശേഷം 2 മാസം കഴിഞ്ഞ് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭിച്ചത്. KG പ്രസാദിന്റെ ഭാര്യ ഓമനയുടെ പേരിലുള്ളതാണ് ഈ 5 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും. ഇത് ജപ്തി ചെയ്യാനുള്ള നടപടികളുമായാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും 2023 നവംബർ 11 പ്രസാദ് ആത്മഹത്യ ചെയ്തത് തന്നെ ബാങ്കുകൾ വായ്പ നിഷേധിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വിത്തും വളവും വാങ്ങുന്നതിനായി 50,000 രൂപയ്ക്കായി അദ്ദേഹം ബാങ്കുകളെ സമീപിച്ചിരുന്നു. പക്ഷേ ഈ തുക ബാങ്ക് സിബിൽ റേറ്റിംഗിന്റെ പേര് പറഞ്ഞ് നൽകിയില്ല. തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിലടക്കം ഈ കാര്യങ്ങളൊക്കെ പരാമർശിച്ചതിന് ശേഷം അദ്ദേഹം കീടനാശിനി കുടിച്ച് ജീവനൊടുക്കിയത്. എന്തായാലും അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു. നമ്മൾ എല്ലാവരും അത് കണ്ടതാണ്. അന്ന് വന്ന ആളുകളോടൊക്കെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അടക്കമുള്ള ആളുകളോട് KG പ്രസാദിന്റെ ഭാര്യ ഓമന പറഞ്ഞത് ഈ ഒരു കിടപ്പാടം എന്ന് പറയുന്നത് ഒരു ജപ്തി ഭീഷണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്, അത് ഒഴിവാക്കി തരണം, അതാണ് തങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ഈ വന്ന ആളുകൾ ചോദിച്ചിരുന്നു, വന്നവരെല്ലാം ചോദിച്ചിരുന്നു. അന്ന് അവരോട് ഇവർ പ്രധാനമായും പറഞ്ഞത് ഈ കിടപ്പാടത്തിന്റെ ജപ്തി ഒഴിവാക്കി തരണം, ഇതൊരു ജപ്തി ഭീഷണിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അന്ന് വന്ന ആളുകൾ, മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇത് അദ്ദേഹത്തിനുണ്ടായിരുന്ന കടങ്ങളൊക്കെ, KG പ്രസാദിന്റെ കടങ്ങളൊക്കെ എഴുതി തള്ളാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം. ഒപ്പം ആലപ്പുഴ ജില്ലാ കളക്ടർ എത്തിയിട്ട് ഈ കുടുംബത്തിന് വാക്ക് നൽകിയിരുന്നു. പ്രസാദിന്റെ വായ്പ എഴുതിത്തള്ളും, കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടികൾക്കായി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു ആലപ്പുഴ ജില്ലാ കളക്ടറും വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞത്. മാത്രമല്ല ഈ പ്രസാദിന്റെ കുടുംബത്തിനുള്ള കടങ്ങൾ വീട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. കളക്ടർ വരുന്നു, മന്ത്രി വരുന്നു, പ്രതിപക്ഷ നേതാവ് വരുന്നു, മറ്റുള്ളവരെ രാഷ്ട്രീയ ഭരണകക്ഷിയിലെ പ്രമുഖരടക്കം വരുന്നു. പക്ഷേ അവരൊക്കെയും നൽകിയത് കേവലം വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു. ഈ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാൻ, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വാഗ്ദാനങ്ങൾ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു മുടപടം മാത്രമായിരുന്നു. അത്തരത്തിൽ വേണം പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണാൻ, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ തുടർ നീക്കങ്ങൾ, പ്രതിഷേധം ഒരു ഭാഗത്ത് ശക്തമാകുമ്പോൾ കുടുംബം ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്? തീർച്ചയായും അന്ന് വന്നവരുടെ വാഗ്ദാനങ്ങളെല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി എന്ന് വേണം നമുക്ക് ഇപ്പോൾ ഈ നോട്ടീസ് വന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ പ്രസാദ് 2 മാസം പൂർത്തിയാകുന്ന സമയത്താണ് ഈ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത്. അന്നും ഇന്നും ഈ KG പ്രസാദിന്റെ ഭാര്യ ഓമന പറയുന്നത് ഈ കടം വീട്ടാണ്, അതായത് ജപ്തി ഒഴിവാക്കാൻ തങ്ങളെ കൊണ്ട് യാതൊരു മാർഗവുമില്ല. അന്ന് വന്ന ആളുകൾ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജപ്തി ഒഴിവാക്കി തരണം എന്നതാണ്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ കേട്ടവർ അത് കേട്ടുകൊണ്ട് പോയതല്ലാതെ ഇതിനുള്ള നടപടികളിലേക്കൊന്നും പോയിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഒരു ജപ്തി നോട്ടീസ് വന്നതിൽ നിന്നും കരുതാൻ. ഇവരുടെ കുടുംബത്തിന് വന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ജപ്തി നോട്ടീസ് എന്നാണ് ഇപ്പോൾ ഓമന നമ്മളോട് ഇന്നലെ പറഞ്ഞത്. ഞാൻ ഇന്നലെ അവിടെ പോയി അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ഇവർക്ക് സാവകാശമൊന്നും കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ ജപ്തി ഒഴിവാക്കാൻ ആരെങ്കിലും ഇടപെട്ട് സാവകാശം കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇവരുടെ കയ്യിൽ ഇത് അടച്ചു തീർക്കാനായി കാശില്ല. അന്ന് വന്ന ആളുകൾ, ഈ പ്രസാദിന്റെ മരണശേഷം ചില ആളുകളൊക്കെ തങ്ങളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അവർ നൽകുന്ന ചെറിയ ചെറിയ തുകകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. കാരണം ഇവർ ഈ 2 മാസമായി ഇവർക്ക് ജോലിയില്ല. വിദ്യാർത്ഥിയായ ഒരു മകനും ഒരു മകളും മാത്രമാണ് ഇവർക്കുള്ളത്. കുടുംബത്തിൽ ആർക്കും തന്നെ ജോലിയില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം കൊണ്ടും ഒക്കെയാണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. പിന്നെ അവർ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, മൈക്രോ ഫിനാൻസിന്റെ ഒരു വായ്പ ഇവർക്കുണ്ട്. അത് എല്ലാ ആഴ്ചയും 1000 രൂപ വെച്ച് ഇവർ അടയ്ക്കുന്നുണ്ട്. പലിശക്കാരോട് വാങ്ങിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കടം വീട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഈ ജപ്തി ഒഴിവാക്കലല്ല, ആധാരം സർക്കാരോ ആരെങ്കിലും ഒക്കെ സഹായിച്ച്
ആധാരം ഇവർക്ക് ബാങ്കിൽ നിന്നും തിരിച്ചെടുത്ത് കൊടുക്കണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ഒരു ആവശ്യം ഇതാണ്, അല്ലാതെ സാവകാശം കിട്ടിയത് കൊണ്ടൊന്നും ഇവർക്ക് ഈ പണം അടയ്ക്കാനായി ഒരു തരത്തിലും കഴിയില്ല എന്ന കാര്യം അവർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും അന്നത്തെ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ മന്ത്രിമാരടക്കം മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് ഒരു ജപ്തി നോട്ടീസ് ഒന്നും ലഭിക്കത്തില്ലായിരുന്നു. എന്തായാലും ഈ ഒരു ജപ്തി നോട്ടീസിന്റെ പേരിൽ ഇവർ വളരെ മാനസിക വിഷമത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 17,600 രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ ഈ 5 സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യുന്ന നടപടികളിലേക്ക് പോകുമെന്നാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും വന്നിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. KP, സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ നെൽകൃഷകന്റെ കുടുംബത്തിനാണ് ജപ്തി നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. കുന്നുമ്പ സ്വദേശി പ്രസാദിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നാണ് നോട്ടീസ് ലഭിച്ചത്. ഏതായാലും വലിയ വാഗ്ദാനങ്ങളാണ് ഈ മരണശേഷം സർക്കാരിൻ്റെ ഭാഗത്തിനുമുണ്ടായത്. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. നിഷാ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.